ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. നമ്മൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. ഒരുപാട് പേര് കൂട്ടിനുള്ള ഒരാളിന് കൂട്ടുപോകരുത്. ഒരുപാട് പേരിൽ ഒരാളായി നമ്മളെ ഒറ്റപ്പെടുത്തും. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളിന് കൂട്ടായി പോയി നോക്കൂ. അവർ നമുക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും. ഒരു വ്യക്തിയിൽ നിന്നുള്ള അഗാധമായ സ്നേഹം നിനക്ക് ശക്തി നൽകുന്നു. ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ, അത് ധനമായാലും സ്നേഹമായാലും. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാവും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. പെരുമാറ്റങ്ങൾക്ക് ഒരേ സമയം ഔഷധവും വിഷവുമാകാൻ കഴിയും. ശ്രദ്ധിക്കാം, നമ്മളാൽ ഒരാൾക്കും പെരുമാറ്റത്തിന്റെ പേരിൽ വിഷമേൽക്കാതിരിക്കാൻ. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. പഠനങ്ങൾ പറയുന്നു, എല്ലായ്പ്പോഴും കരയുന്ന പെൺകുട്ടികൾ തങ്ങളുടെ ഭർത്താവിനു മുന്നിൽ ഒരു പക്ഷേ നിഷ്കളങ്കരോ അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ളവരോ ആയിരിക്കും. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ഒറ്റപ്പെടുത്തുവാനും കുറ്റപ്പെടുത്തുവാനും എളുപ്പമാണ്, പക്ഷെ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് സ്വയം ആരോടും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരല്ല, കൈപിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകം നമ്മൾ തന്നെയാണ്. സ്വയം മനസ്സിലാക്കുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതർ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധികളാണ്. എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ജീവനറ്റ മനസ്സുകളിൽ സ്നേഹത്തിന്റെ വിത്ത് പാകാതിരിക്കുക. ഒരു നാൾ നഷ്ടമാകുമ്പോൾ ശ്വാസം നിലച്ചെന്നു വരാം. ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ നഷ്ടങ്ങൾ തന്നെയാണ്. കാരണം ആ നഷ്ടങ്ങളിൽ ഏറെയും എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന ആയുധം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകാതിരിക്കാം, പക്ഷേ ഏതു വെല്ലുവിളിയെയും നേരിടുവാനുള്ള ധൈര്യം നൽകും. സൈക്കോളജി പറയുന്നു,
ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് മറ്റാരെയും പോലെ അവരുടെ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും മാത്രമാണ്. സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്, അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. മൗനം ഒരിക്കലും ശൂന്യമല്ല, അതിൽ നിറയെ ഉത്തരങ്ങളുണ്ട്, ഉറക്കെ പറയാൻ പോലും കഴിയാത്ത കുറേ ഉത്തരങ്ങൾ. പരദൂഷണത്തിന്റെ അറ്റം വളരെ മൂർച്ചയുള്ളതാണ്, അത് രക്തബന്ധങ്ങളെ പോലും മുറിക്കുന്നു. വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിനു ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ആരോടും പിണങ്ങിയിരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വെയിൽ വരുമ്പോൾ മാത്രം തണൽ തേടുന്നവർക്ക് നമ്മളൊക്കെ വഴിവക്കിലെ വെറും തണൽമരം മാത്രം. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ 2 തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക, കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. കളങ്കമില്ലാത്ത മനുഷ്യരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ്. മിടുക്കനാകുന്നത് നല്ലതാണ്, എന്നാൽ മറ്റുള്ളവർ വിഡ്ഢികളാണെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറവായിരിക്കും. ജീവിതം മനോഹരമാവാൻ വേണ്ടത് ഭംഗിയുള്ള മുഖങ്ങളല്ല, നമ്മൾ കൊടുക്കുന്ന സമയവും സ്നേഹവും മനസ്സിലാക്കി നമ്മളെ പരിഗണിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടൊരു കാലാവധി. എന്നും ആരും ആരുടെയും പ്രിയപ്പെട്ടവരായിരിക്കണമെന്നില്ല. മാറ്റം നല്ലതാണ്, അത് പക്ഷെ നിഴൽ പോലെ കൂടെ നടന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത്. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നെ സ്നേഹിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. താഴ്ന്നു കൊടുക്കാം, നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. പഠനങ്ങൾ പറയുന്നു, ദമ്പതികൾ തമ്മിൽ രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങുന്നതെങ്കിൽ അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വളരെ കൂടുതലാണ്. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോകുന്നു, പക്ഷേ അത് നിങ്ങളുടെ കഥകളുടെ അവസാനമല്ല, നിങ്ങളുടെ കഥയിലെ അവരുടെ റോളിന്റെ അവസാനമാണ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളെ താഴ്ത്തി കെട്ടിയാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികളുണ്ട്, അവരെ അവഗണിക്കുക. നിങ്ങൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെ അല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. നിങ്ങളുടെ ശക്തിയിലും സമ്പത്തിലും ഒരിക്കലും വിശ്വസിക്കരുത്, കാരണം രോഗവും ദാരിദ്ര്യവും വരാൻ അധിക നാൾ വേണ്ടി വരില്ല. വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടവരാകുന്നത്, കൂടെ പിറപ്പിന്റെ സ്നേഹത്തോടെ കൂടെ നിന്നതുകൊണ്ടാണ്. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതർ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാനും ചിലതൊക്കെ മറക്കാനും, പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. പുഴകൾ ഒരിക്കലും പുറകോട്ടൊഴുകില്ല, അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവി ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുക.
നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെയല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം അത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. ശരിക്കും അവരാണ് നമ്മുടെ ശത്രു. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് തെറ്റ് പറ്റി, അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തും. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്തു നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനമെടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതിരുന്നാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. അനുഭവങ്ങൾക്കായി പണം ചിലവഴിക്കുന്ന ആളുകൾ വസ്തുക്കൾക്ക് പണം ചിലവഴിക്കുന്നവരെക്കാൾ കൂടുതൽ സന്തുഷ്ടരായി കാണപ്പെടുന്നു. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം. ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നമ്മെ ഒത്തിരി വിഷമിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. നേടിയതൊക്കെയും തനിക്കുള്ളതാണെന്ന ഭാവം നിനക്കുണ്ടെങ്കിൽ ഒന്നോർത്തോ, പോയവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇനി പോകുന്നവരാരും ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. മനസ്സിന് താങ്ങാവുന്നതിനധികം സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ മാറിപ്പോകും. ഒന്നുകിൽ ദേഷ്യമായി അത് പുറത്തു വരും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ഒരു സ്ത്രീ പുരുഷനിൽ ആകർഷിക്കപ്പെടുന്നത് ഈ 3 ഗുണങ്ങളാലാണ്: സ്നേഹം, കരുണ, ഉത്തരവാദിത്വം. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാകുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും.